ഹലോ, അപ്പോൾ നമുക്ക് ഇവനെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അപ്പം ഓർമ്മയില്ലാത്തവർക്കും അറിഞ്ഞിടാത്തവർക്കും വേണ്ടി ഇത് നമ്മുടെ ഗുണ്ടുവിൻ്റെ കൂടെയുള്ള ഒരു പപ്പിക്കുട്ടിയായിരുന്നു. നമ്മളിവനെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് അവനെ കാണാൻ പോവുകയാണ്. അടുത്താണ് ഞങ്ങളുടെ എൻ്റെ അനിയത്തിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് അവളെ വീട്ടിൽ പോവാണ്, കാണാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ വീഡിയോയും കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കുന്നതും പിന്നെ നമ്മൾ ആമി വന്നിട്ടുണ്ട് ബീഫ് ബിരിയാണി കഴിക്കാൻ കൊതിച്ച്. അവൾ അവിടെ ഇരുന്നേ വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗുണ്ടൂര് നേരത്തെ ഫുഡ് കൊടുത്തു, അതുകൊണ്ട് നമുക്ക് അവന് കൊടുക്കുന്നില്ല, നമ്മുടെ ആമിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവൻ്റെ ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാനും തോന്നിയില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇറങ്ങി വാ. അയ്യോ, കണ്ണും നോക്കിയാണ് ഇരിക്കുന്നത് ബൊമ്മക്കുട്ടി. അയച്ചാടാ ഇറങ്ങ ഓണ്ടേ അമ്മ. അവൻ ഇരിക്കുമ്പോ കൊടുക്കണമെന്നും പറഞ്ഞ് ഇവളും ഇരുന്ന് ഗൈസ്. അവനവന് വെച്ചോട്, കരിച്ചോളും. കുണ്ടുവിന് വേണ്ട, അവൻ കഴിച്ചു. എന്നാലും ഒരു 2-3 ഉരുളൊക്കെ എനിക്ക് തരാം. വയറൊക്കെ വെച്ച് അവന് തോനെ കൊടുത്തു. അമ്മ താഴെ ഇറക്ക്. അവൻ കൊടുത്താ മതിയോ, കഴിച്ചോളും. ഇറച്ചി അതുകൊണ്ടാണ് ഞാൻ അവളുടെ മുറിവെല്ലാം ഉണങ്ങി. ഒരു ചെറിയ ഏകദേശം എല്ലാം ഉണങ്ങി. ഇനി ഇത് മാത്രമേ ഉള്ളൂ. മുൻകുടി നക്കിയല്ലേ. ഇവളെ മുഖം അവന്റെ മുഖം ഒരുപോലെ തന്നെ. ഈ ക്യൂട്ട്നെസ് ആണ്, ഈ ക്യൂട്ട്നെസ്. കൊണ്ടേ കുളിപ്പിച്ചില്ല എന്ന് പറയൂല കേട്ടോ. കുളിപ്പിക്കല്ലേ, ഇവളിപ്പം കാട് കയറാൻ പോണില്ലല്ലോ. അവന്റെ സീറ്റ് എന്നാണ് അവന്റെ ഒരു വിചാരം. ഉമ്മയൊക്കെ കൊടുക്കും, മാമന് ഉമ്മയൊക്കെ കൊടുക്കും. ഉമ്മ തരാൻ പറഞ്ഞ ഉമ്മ കൊടുക്കും. നടത്തിയ കൊണ്ടുവന്നേ നീ പാറയുടെ കൂടെ വന്നല്ലേ. ചാടി കയറിയതാ. ഇവിടെ വന്നാ ഇവിടെ ഭയങ്കര ഇഷ്ടം. നീ കൊണ്ടുപോയി അങ്ങോട്ടില്ലേ കൊണ്ടുപോകണത് അറിയാം. ഇത് ഇവിടെ നിരന്ന് ഒരുത്തൻ നാക്കും നീട്ട് നിക്കാണ് കടിക്ക. ഇവിടെ ഞാൻ അവനെ മാറ്റി തരാം. അവക്ക് എവിടെയെങ്കിലും കയറി ഇരിക്കണം. അതല്ലേ പാല് രാത്രി തുറന്നു വിടുമ്പോഴും ഇങ്ങ് കയറി വരണത്. ഓട്ടിക്കോ. ചെറിയ ബ്രൗൺ കളർ അതിനും ഉണ്ട് കേട്ടാ. ഒരുപോലെ തന്നെ കേട്ടാ. വളരുമ്പേ ഇവൻ വികസിക്കുമ്പോ അവനെ പോലെ ആവും, അവളെ പോലെ. ഏകദേശം ബാക്ക് എല്ലാം അത് തന്നെ. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ഗുണ്ടുവിൻ്റെ സഹോദരനെയും കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് രണ്ടുപേരുടെയും പണ്ടത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുണ്ടു ഇവിടെ എല്ലി അടിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മൾ പോവാൻ നേരത്ത്. അപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് പോവാം കേട്ടോ. പോയി കണ്ടപ്പം സത്യം പറയാലോ ഇത്രയും ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആളുടെ കളറേ അല്ലായിരുന്നു അവിടെ ചെന്നപ്പം. എല്ലാം നല്ല ലൈറ്റ് കളറായി, ഭയങ്കര ഡാർക്കായിരുന്നു. നിങ്ങൾ ഓൾഡ് വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല ഡാർക്കായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാം ലൈറ്റ് കളറായി. എന്താ ഇങ്ങനെ, ഇത് സ്വാഭാവികമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് പറയൂ കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് നമ്മളെ ഗുണ്ടും ടോബിയുമാണ്. അവരിട്ട നെയിമാണ് കേട്ടോ ടോബി.
അപ്പോൾ അന്ന് നമ്മൾ കൊടുത്ത ടൈമിനാണ് അവസാനമായിട്ട് നമ്മൾ ആ പപ്പിക്കുട്ടിയെ കണ്ടത്. ഇന്നിപ്പോൾ ഒരു 7-8 മാസമായി കാണും. ആൾ വളർന്നോ ഇല്ലയെന്നൊക്കെ നമുക്ക് പോയി കാണാം. പിന്നെ നമ്മൾ ഗുണ്ടുവും ടോമിയുമായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാണ്, ആൾ ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം അത്രയ്ക്ക് സ്പെഷ്യലാണ്. അത് മാത്രമല്ല നമ്മളെ കുഞ്ഞുവിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ടോബി. പക്ഷെ എൻ്റെത് ഗുണ്ടുവാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഗുണ്ടുവും കുഞ്ഞുവിൻ്റെ ടോബിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ടൈമുമായിരുന്നു അന്ന്. അപ്പം ടോമിയുടെയും നമ്മളെ ഗുണ്ടുവിൻ്റെയും ബോണ്ടിങ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം അവസാനം വരെ വീഡിയോ കാണുക. കാരണം അവരുടെ ബോണ്ടിങ് എങ്ങനെ മാറുമെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള സ്ഥലം പറഞ്ഞു തരാം. റോഡൊക്കെ കണ്ട പയ്യെ ഓട്ടിക്കാതെ ഞാൻ വരെയല്ലേ. നല്ല റോഡായോണ്ട് എനിക്ക് അവാർഡ് തരണം. ഓക്കെ നോക്കാം. കേരള പോണോ? അവന് രണ്ടിനും പോണം. ഗുണ്ടു എന്തോ അവ നമ്മൾ വരണോണ്ട് ബാക്കേ പറഞ്ഞു. ഇതൊക്കെ റോഡ് കണ്ടേ ഗൈസ്. ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഇറക്കിയാണ്. പിന്നെ ആക്ക് നടന്നു വരണമെന്നുള്ള ഒരു മൈൻഡായിരുന്നേ. ഇതാ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ആക്ക് നടക്കണം. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആൾ എങ്ങോട്ടാ പോണേന്നൊന്നും അറിഞ്ഞൂടാ. സഹോദരനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ അടുത്തത്. എന്റെ ഭഗവാനെ തൂക്ക് മയില് കോഴികൾ നടക്കും. കണ്ടോ എത്തരണോന്ന് കണ്ടോ മയില്? ഇതാണ് കേട്ടോ വീട്. വീടെത്തി കേട്ടോ. അതിന്റെ വലിയ കൊരയില്ലല്ലേ. അവർ നമ്മളെ നിന്നെ കടിക്കണേ കുഴപ്പമില്ല. കുഞ്ഞു തൊടുമ്പം ഇന കഴിഞ്ഞു ഇത് ആമിയെ പോലെ ഇരിക്കണല്ലേ. കളറെല്ലാം മാറിയില്ല അന്നത്തെ. ഗ്രൂമിങ്ങിന് കൊണ്ടുപോയാ? ഇല്ലടി. ഓക്കെ ഓക്കെ. അയ്യോ നമ്മളെ കൊണ്ട് അവിടെ വന്നാ കുരയ്ക്കും. ചിരിക്കണതല്ലേ. ആമീര ചെവിയുടെ മുടിയെ പോലെ അല്ലടി ഇത്. കണ്ട ചെവിക്ക് മുടിയുണ്ട്, നടുക്ക് മുടിയില്ല. കടിക്കാൻ വന്നാ? അപ്പോ കടിച്ചില്ല ആള്. അത് വേണ്ട വേണ്ട. നിങ്ങളുടെ സഹോദരങ്ങളാ. എടാ നിന്റെ സഹോദരനെടാ. അയ്യോടാ.
ഇപ്പോ. എന്തിനാ കഴിഞ്ഞു കഴിഞ്ഞു. പക്ഷേ പേരെന്താടി? ടോബിയാ? മതി മതി, നമ്മള് പോട്ടെ. നമ്മുടെ ഗുണ്ടൂസ് നീ വന്നപ്പോ കുറച്ചൊന്നും ഇല്ലല്ല. ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. ഇരുന്ന് തരും. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഗുണ്ടൂസേ, ഗുണ്ടൂസേ. പാവം എൻ്റെ കൊച്ച് ഉണ്ടായിരിക്കണ. ഉണ്ടായിരിക്കടാ. ആമി എന്ന് പറഞ്ഞ തോറ്റു. ഇവിടെ അടുത്തോട്ടുണ്ടോ? രണ്ടുപേരും ഒരുമിച്ച് എടുക്കാം. കടിക്കും തോന്നണില്ല എനിക്ക്. ഇടിച്ചൊന്ന് എടുത്തിട്ട് പാടി. അടുത്ത് കിട്ടിയല്ല. ആമിയും അവനും എത്ര കടിക്കണ്? അത്രേ ഉള്ളൂ. ഗുണ്ടുവിനാണ് പേടിയെന്ന് തോന്നുന്നു കേട്ടോ. നീ എന്നെ പേടിപ്പിക്കും. ഇത് ശല്യമൊന്നും അല്ലെന്നും പറഞ്ഞാണ് അത് പോണത്. ഇപ്പൊ മൈൻഡ് ഇല്ല കേട്ടാ.
വേണ്ട വേണ്ട അമ്മ ഇങ്ങ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ അല്ലാതെ പിന്നെ ഒരു രഹസ്യവും ഇല്ല. നിങ്ങളെ കൊണ്ടുവരുന്നു വൃത്തിയില്ലമ്മ. ഇതൊക്കെ നമുക്ക് ഷോർട്ട് ഇടുമ്പോഴേ അറിയാം. താത്തി അഞ്ചാറെണ്ണം എല്ലാരും മുഖം കാണാൻ ഇതൊക്കെ കണ്ട നമ്മൾ പല ആംഗിളിലും എടുക്കണോടി. ഇങ്ങോട്ട് അതിനെങ്ങ പിടി ഇങ്ങോട്ട് കൊണ്ടോ. അതൊരു പൂക്കിയായി. ഓബിനെയും കണ്ടിട്ട് വരണ വഴിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പണ്ട് ഞാൻ ഒരു പഴയ വീട് കാണിച്ചിട്ടില്ല, അതിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ജയചേച്ചിയും ചെറുകുട്ടിയാണ്. ചേച്ചിയുടെ മോളും ഭർത്താവും ഗൾഫിലാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ചേച്ചിയുടെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കണമെന്ന് എന്നും വിചാരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട്. പക്ഷേ ചേച്ചി പറഞ്ഞ് ഇന്നൊക്കെ വാരി വലിച്ചൊക്കെ ഇട്ടിങ്ങനെ നീ പറഞ്ഞിട്ടൊരു ദിവസം വാ, അപ്പോഴും വീഡിയോ എടുക്കാം. അതുകൊണ്ടാണ് വീട് എടുക്കാത്തല്ലേ ഇവർ ഈ കൊച്ചിൻ്റെ കളിയിലായിപ്പോയി. ഗുണ്ടു ഈ കിട്ടിയ അവസരത്തിൽ കളിക്കണതാണ്. എന്ത് രസമാണോ ഇവിടെ നമുക്ക് ഗുണ്ടുവിന് കളിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ. ഇടയ്ക്കൊക്കെ പോയി ഒന്ന് അവിടെ കൊണ്ടുപോയി കളിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. കാരണം അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ആ കുഞ്ഞ് ആദ്യം ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ചേച്ചി വാവേരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ക് ഒന്ന് പേടി മാറ്റാൻ വാ എന്ന് പറഞ്ഞ് തൊടുപ്പിച്ചപ്പോഴത്തേക്കും പിന്നെ ഗുണ്ടുവിനെ അറിയാലോ. ഗുണ്ടു പാവാട്ടോ. ആരെ കണ്ടാലും നമ്മളൊന്ന് ആദ്യം ഒരിതുണ്ടെങ്കിലും പിന്നെ അവൻ ഭയങ്കര പാവമാണ്. പിന്നെ അവളതുകൊണ്ട് കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടോ ആരുടെയാന്ന്. പിന്നെ അവളുടെ കയ്യിലായിരുന്നു അവന്റെ ചെയിനും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ബോൾ എടുക്കണതിന്റെ ഇടയിൽ പാവ നമ്മളെ കൊണ്ടുവന്ന് വീണ് കളിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളേ. അങ്ങനെ ഭയങ്കര ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. രണ്ടുപേരും കൂടെ ബോൾ എടുക്കാൻ പോണെയാണ്. ആരെ കയ്യിൽ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയുള്ള. പിന്നെ നമുക്ക് തുടലടിച്ചിവിടെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നമുക്ക് അറിഞ്ഞൂടാത്ത ഏരിയ അങ്ങ് ഓടിപ്പോയി എന്ത് ചെയ്യും. അതുകൊണ്ടാണ് അഴിച്ചുവിടാത്തത്. പിന്നെ ഇവർക്ക് പണ്ടത്തെ ഒരു ഓർമ്മയിൽ ഗുണ്ടുവിനെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഇവൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞ് അഴിച്ചു വിട്ട് അവൾ ഓടി വന്നിരുന്നു. പക്ഷെ വീട് കറക്റ്റാ കിട്ടിയില്ല. അതാ ഇങ്ങനെ കടിക്കുകയും ചാടുകയൊക്കെ ചെയ്തു. രണ്ടാമത് ഞാൻ പറഞ്ഞ അവൻ ഇനി ഇവിടെ അധികം അറിഞ്ഞൂടാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് അവൻ അങ്ങ് അഴിച്ചു വിട്ട് കളിപ്പിക്കാം, അവളെടുത്ത് തന്നെ പോകുന്ന വിചാരിച്ചു. അഴിച്ചു വിട്ടല്ലേ എന്നെ എന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ ഒരു വളവും കറങ്ങി. പിന്നെ ഈ ഓട്ടമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങള് ഒരുപാട് നേരം കഷ്ടപ്പെട്ടാണ് പെട്ടെന്നുമില്ല, ഇതുപോലെ കളിയായിരുന്നു അവന്. നമ്മൾ തെറിപ്പിച്ചുകൊണ്ടൊരു ഓട്ടം, അല്ലാതെ ദൂരോട്ടൊന്നും പോകില്ല. ഈ ഓട്ടമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ അടുത്തൂടി പോയി ഓടും, എന്നിട്ട് തിരിഞ്ഞങ്ങോടും. അടുത്തൂടി വന്ന ഓട്ടമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മള് പിടിച്ചത് ഇവിടെ വന്നപ്പം വളവാണ്. എനിക്ക് എന്തായാലും കാല് വയ്ക്കാതെ പറ്റൂല. അപ്പം ഞാൻ കുഞ്ഞുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വെച്ച് കയറ്റ ദിവാകരൻ തൂ അവിടെ കിടപ്പുണ്ട്. കുഞ്ഞു അപ്പം എന്നെ ഒളിച്ച് രഹസ്യമായിട്ട് കൊണ്ട്. പക്ഷെ ഡോഗിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് എത്ര നമ്മൾ രഹസ്യമായിട്ട് വന്നാലും ആ ഒരു മണം പിടിക്കുമെന്ന് പറഞ്ഞല്ലോ. ദിവാകരൻ ചാടി എണീറ്റ് പതുക്കെ നടക്കാൻ വന്നു. നമ്മൾ പിന്നെ ഗുണ്ടുവിനെ എടുത്തോണ്ട് ഓടി. പാവം തളർന്നു പോയി കേട്ടോ. ഞങ്ങൾ വണ്ടിയിലോടി, അവള് ഗുണ്ടുവിനെ എടുത്തോണ്ട് ഓടി. പിന്നെ വീട്ടിൽ വന്ന് നമ്മള് വെള്ളം കൂടിയായിരുന്നു. കുഞ്ഞും ഗുണ്ടും എല്ലാരും വെള്ളം കൂടിയായിരുന്നു. ഓടിക്കളിച്ചതിന്റെ ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഒരു വലിയ പൊട്ട് കിട്ടി. കുറെ നാളുകൾക്ക് ശേഷം കുഞ്ഞ് ഇവർക്കാണെങ്കിൽ കണ്ണി കാണാൻ പറ്റാത്ത കുഞ്ഞു പൊട്ടാണേ ഉള്ളത്. അപ്പൊ ഇവർക്ക് ഇന്നലെ എവിടെന്നോ ഒരു വലിയ പൊട്ട് കിട്ടിയപ്പം അയ്യോ അമ്മ ബിന്ദു ആൻറ്റി പറഞ്ഞ പൊട്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇതാ കൊണ്ടുവന്നൊരു പൊട്ടും വെച്ച് ഞങ്ങൾ കുറേ നേരം അവൻ്റെ. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. എന്തോ അവന് അന്ന് ആ കുഞ്ഞു പൊട്ട് വെച്ചതിനേക്കാളും ഭംഗി ഇന്ന് കണ്ടപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു ബേബി അല്ലേ അതെന്താണെന്നറിയോ, നമ്മൾ വീഡിയോ എടുക്കണേക്കാളും കൂടി നേരിട്ട് കാണുമ്പോൾ ഇവൻ ഭയങ്കര ചിരി. ഈ പൊട്ടും വെച്ചിട്ട് ചിരിയാണ് ഇവന്റെ മെയിൻ. ഈ ചിരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ആംഗിൾ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ആംഗിൾ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇടയ്ക്ക് എടുക്കുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു അല്ലേ. പിന്നെ ഞങ്ങളുടെ കസിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പം അവൻ്റെ കൂടെ ഉള്ള ഇൻട്രാക്ഷനാണ്. ആദ്യം ഒന്ന് വന്നപ്പോൾ കുരച്ച് അവനെ ഒന്ന് പേടിപ്പിച്ചിട്ട്
പിന്നെ അവന്റെ ബാക്കിൽ പോയി നിക്കുന്ന നോക്ക് ഗൈസ്. അവന്റെ ആര് വന്നാലും ഒന്ന് കുരയ്ക്കും, പേടിപ്പിക്കുകയും ചെയ്യും. കണ്ട ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞ് ഗേറ്റിന്റെ അവിടെ വരുമ്പോൾ കുരയ്ക്കും. പിന്നെ എടാ ഇത് നമ്മളാളെന്നൊക്കെ പറഞ്ഞ് വിട്ട് കയറ്റി ഞാൻ അവനെ വിട്ടൊന്ന് തടയിപ്പിച്ച് അവിടെ കടിക്കൂല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഓക്കെ അവർ കൂട്ടായി. പിന്നെ കുണ്ടൂൻ എങ്ങനെയെങ്കിലും ഇവന്റെ കൂടെ ഒന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പാൻറ് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവൻ കള്ളനാണ്, ആരെങ്കിലും വന്നാൽ കൂടെ പോകും കേട്ടാ. പിന്നെ ഇപ്പൊ വന്നത് ഇത്രയും നാള് ബാംഗ്ലൂരിൽ ജോബ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് മുട്ടായൊക്കെ കൊണ്ട് വന്നതാണ്. എങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം. അവൻ ആ ഒരു ചെറിയൊരു ജോലിയാണ്, പക്ഷെ അവൻ അത് കഴിഞ്ഞ് 2 തവണയും അവൻ ലീവിന് വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്നു. ഇത് ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. പക്ഷെ ഈ ഗുണ്ടു ഇങ്ങനെ സ്നേഹമൊക്കെ ചെയ്ത് തന്നെ വെളിയിലൊരാൾ അവനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ കൈ ചൂണ്ടി പറയുകയും സംസാരിക്കുകയും ചെയ്താൽ അപ്പം അവൻ ദേഷ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ വിട്ടൊന്ന് ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഒന്ന് പോടാന്ന് എന്തെങ്കിലും പറയടാന്ന് പറഞ്ഞു. ഒന്നും കൂടെ കടിക്കൂല നിന്നെ. എന്തിനാണ് അവൻ കേറിപ്പോടാത്തമ്മ? ഇവൻ നമ്മൾ പോയിട്ട് വേറെ ആരെങ്കിലും അവനെ ഒന്ന് കൈ ചൂണ്ടി സംസാരിച്ചാൽ പോലും അവന് ഇഷ്ടമല്ല. അവൻ നല്ല രീതിക്ക് പ്രതികരിക്കും. അതിവിടെ നീ ആരോടെങ്കിലും കയറി പോകും കേട്ടാ. ഇനി എവിടെ കണ്ടാലും ആൾക്കാർ വിളിച്ചോണ്ട് പോവല്ലോ. വണ്ടി എന്ന് പറഞ്ഞ പ്രാന്തടാ, നിങ്ങളെ പോലെ തന്നെ കണ്ണാപ്പി വണ്ടി പ്രാന്തായി. ഇന്ന് ഇറക്കി ഓട്ടിക്കല്ലേ. ഇരുന്നോ കുണ്ടു, ഇരുന്നോ. എല്ലാരും പ്ലാൻ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അവ ഓരോട്ടം കൊടുക്കും. ഇപ്പൊ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് നോക്കി നോക്കണേ, അവ ഇരിക്കണേ, ഇത് പോയി. കള്ളനാണ് കള്ളൻ, നമ്മളടുത്ത് മാത്രമല്ല. അവൻ എവിടെങ്കിലും ഇറങ്ങി പോയാ മതിയെന്നേ ഉള്ളൂ. പിടിച്ചോടാ കുഞ്ഞു, പൊക്കോ. ടാറ്റാ. കണ്ട കയ്യൊക്കെ നീ അങ്ങ് പൊക്കോ, കുഴപ്പമില്ല. റൈഡർ കണ്ണാപ്പിയാണവേ, കറിഞ്ഞൂടാ. ടാറ്റാ. ഇതൊന്നും വേണ്ട ഇപ്പം. ഇന്നത്തെ കമന്റ് സെക്ഷൻ നമുക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോന്ന് നമുക്ക് കമന്റ് നോക്കാം. ഫസ്റ്റ് നമ്മളെ ഭാമ ശിവദാസ് ആൻറ്റിയുടെ കമൻറ്റാണ് വന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗുണ്ടു നല്ല ഡിസിപ്ലിനുള്ള കുഞ്ഞാണ്. അമ്മ കുഴയ്ക്കുന്നത് നോക്കി എത്ര നല്ല കുട്ടിയായിരിക്കുന്നു, ഒരു ബഹളവും ഇല്ല, പുന്നാര കുഞ്ഞു. സംഭവം ഞങ്ങൾ അവനെ ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നീട് അവൻ ഫുഡ് കൊണ്ടുവരുന്ന ടൈമിൽ അവൻ തന്നെ താനെ ഇരുന്ന് ഫുഡ് വാങ്ങിച്ച് സമാധാനമായിട്ട് കഴിക്കാറുണ്ട്. ഞങ്ങളപ്പോൾ വിചാരിക്കാറുണ്ട് അവന് ഇനിയും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ ചെയ്യുമെന്ന്. പക്ഷേ അതിനുള്ള നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഇതില്ല. ക്രിസ് ലക്ഷ്മിയാണ്, പാവം. പിന്നെ 2 ലവ്, ദീപു സുനിൽ ദീപ, ചക്കരവാവേ ഉമ്മ, പിന്നെ ശ്രീദിൽഷ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഗുണ്ടു നല്ല ഡീസൻസി ഉള്ളതാണ്. ആമി എവിടെ കണ്ടില്ല? ആമിയെ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ. ആമി സുഖമായിരിക്കുന്നു, താഴെ വീട്ടിലുണ്ട്. പിന്നെ സുനിത മാളു സൂപ്പർ ഡോഗ്, ലില്ലിക്കുട്ടി ജോസഫ് മോൻ സൂപ്പറാ. അത് കഴിഞ്ഞ് ബിന്ദു സുരേഷ് ആൻറ്റി ഇട്ടിട്ടുള്ളത്. അവനറിയാം അവനുള്ള ആഹാരമാണ്. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ കുറച്ചുകൂടെ കിട്ടിയാലോ. അതെ അവൻ്റെ വിചാരം അവൻ ഡീസൻ്റ് ആയിട്ടിരുന്ന അവന് കുറച്ചുകൂടെ കിട്ടും എന്നുള്ളതായിരിക്കും. പിന്നെ ജയ ആൻറ്റി ഇട്ടുണ്ട്, ഗുഡ് ബോയ്. പിന്നെ കൃഷ്ണേന്ദു അല്ല, നമ്മളെ ദീദി ആൻറ്റി, ചക്കര കുഞ്ഞ്, അങ്ങനെ ഒരുപാട്. സജി ചെറിയൻ ഒരുപാട് ലവ് ഇട്ടിട്ടുണ്ട്. മറിയാമ്മ ചാക്കോ, അൽ ഹസൻ, പാവം കുഞ്ഞ്. ഇവിടെ ഒരുത്തനുണ്ട്, ഇറച്ചിയും ചോറും വെച്ചാൽ കൊടുത്താൽ ദിവസങ്ങൾ കഴിക്കും, അല്ലെങ്കിൽ ഇറച്ചി മാത്രം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ അമ്മ വാരി കൊടുക്കണോണ്ട് വലിയ സീനില്ല. പിന്നെ ഞങ്ങളുടെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എങ്ങനെയുണ്ട്? ഇത് നമ്മൾ കൊണ്ടുവന്ന് ആമീന ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ളൊരു വീഡിയോ കേട്ടോ, പ്രസവിക്കുന്ന മുമ്പേ ഉള്ളത്. അവള് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പിന്നെ നമുക്ക് കുറച്ചുകൂടെ വാങ്ങിക്കാം. പിന്നെ നിർമ്മല ആൻറ്റി മത്തി വാങ്ങി മഞ്ഞളിട്ടു. ഇവിടെ മത്തിക്കൊക്കെ നല്ല വിലയാണ് ആൻറ്റി, അവിടെയൊക്കെ എങ്ങനെയാ? പിന്നെ ജയ ആൻറ്റി, ഗുണ്ടുമോൻ അമ്മയെ ഗുണ്ടുമോൻ അമ്മയെ കണ്ടില്ലല്ലോ,
ഗുണ്ടുമോൻ്റെ അമ്മ അങ്ങ് താഴെ അമ്മാമ്മയുടെ വീട്ടിലാണ്. ബിന്ദു ആൻറ്റിയുടെ കമൻ്റാണ്, ബിന്ദു തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെവിയിൽ പൊത്തിപ്പിടിക്കണം, ചെവിയിൽ വെള്ളം പോകരുത്. നമ്മൾ മാക്സിമം അവൻ്റെ ചെവി പൊത്തിപ്പിടിച്ച ആൻറ്റി കഴിവുന്നത്. പക്ഷെ എന്നാലും ആ കുറുമ്പൻ്റെ കാര്യമില്ലേ, പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ആൻറ്റി എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും കുളിപ്പിക്കുമ്പോൾ. അവർക്ക് പറയുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കണം, അത്രേ സൂക്ഷിച്ചേ കുളിപ്പിക്കുകയുള്ളൂ. കമൻറ്റ് വായിച്ച് ചിരിച്ചൊരു കമൻ്റാണേ. ബിന്ദു സുരേഷ് ആൻറ്റി ഇട്ടതാണ്. അമ്മയ്ക്ക് കുളിക്കണമെന്ന് തോന്നുമ്പോൾ എന്നെ പിടിച്ച് കുളിപ്പിക്കും. എന്തൊരു കഷ്ടമായത്. പഴി എനിക്കും. ഗുണ്ടുവിനെ കുളിച്ചാൽ പിന്നെ എനിക്കും കുളിച്ചേ പറ്റൂ. മോനെ ഓടിക്കോടാ, പിടി കൊടുക്കരുത്, ഒരാഴ്ച അമ്മ കുളിക്കണ്ട. ഇത് വായിച്ച് ഞങ്ങൾ എല്ലാവരും ഇത് ചിരിച്ചു കേട്ടോ. അത്രയ്ക്ക് കിടിലായിരുന്നു ആൻറ്റി. പിന്നെ നമ്മളെ ബിന്ദു കണ്ണൻ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര പിണക്കം. സത്യം പറഞ്ഞാൽ വീഡിയോ പഴയതിടാത്തത് എൻ്റേതിലാണോ അമ്മേരെ ഫോണിലാണോ വീഡിയോ കിടക്കണേന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനിപ്പം സ്റ്റോറേജൊക്കെ ആയതുകൊണ്ട് കുറേ വീഡിയോ എല്ലാം ഡിലീറ്റും ചെയ്തു. അപ്പോൾ എല്ലാം തപ്പിപ്പിടിച്ചാണ് കുറേ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ കുഞ്ഞുവിൻ്റെ വീഡിയോ അല്ലേ, ഗുണ്ടുവിൻ്റെ വീഡിയോ. പിന്നെ നിർമ്മല ആൻറ്റിക്ക് സുഖമാണോ? കണ്ണൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ ആയി വരുന്നുണ്ടോ? പിന്നെ എനിക്ക് ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ഒക്കെ വേണം. വായിക്കാൻ പറ്റിയില്ല, ഒരുപാട് പേരെ കമൻ്റ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. ഇത് പെട്ടെന്ന് റാൻഡമായിട്ട് വന്ന കുറേ കമൻറ്റുകൾ വായിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത മെസ്സേജും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ പുതുതായിട്ട് വന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ആമിക്കുള്ള കൂടി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. വ്യൂസ് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ആമിക്ക് ഒരു കൂടൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്ക് 200 വ്യൂസേ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.